ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് വരട്ടിയതുപോലുള്ളൊരു കടല വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ബീഫ് വരട്ടിയെടുക്കൂലേ, അതുപോലെ തന്നെ നമ്മൾ കടല വരട്ടിയെടുത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റിയാണ്. മാത്രമല്ല പൊതുവേ നല്ല സ്പൈസി ആയിട്ടുള്ള കറി ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് കടല 6 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ കുക്കറിൽ വേവിച്ച് എടുത്തിട്ടുള്ളതാണിത്. വേവൊക്കെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ചില കുക്കറിൽ പെട്ടെന്ന് തന്നെ ആവും, ചില കുക്കറിൽ 5-6 വിസിൽ വേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇടാൻ മറക്കരുത്. വേവിക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചു. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം വേണം ഇതിലേക്ക്. നാടൻ റെസിപ്പി ആവുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ഒന്നും അങ്ങോട്ട് കളറ് മാറി വരുമ്പോഴേ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ. കാരണം തേങ്ങാക്കൊത്തിൻ്റെ ഒരു ഫ്ലേവർ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങണം. അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് അതിന് വരുള്ളൂ. തേങ്ങാക്കൊത്ത് ഒഴിവാക്കും ചെയ്യരുത്. നിർബന്ധമായിട്ടും ഇതിൽ തേങ്ങാക്കൊത്ത് വേണം. അപ്പോഴാണ് ആ കറക്റ്റ് ഒരു ടേസ്റ്റ് വരിക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള നല്ല കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തു. സവാള നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. അതുവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് സമയം സവാള വഴറ്റി ബ്രൗൺ കളറൊക്കെ ആയി കുഴഞ്ഞു വരണമെന്നൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി പച്ച ടേസ്റ്റ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കടലയിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്. എങ്കിലേ ആദ്യം തന്നെ കുക്കറിൽ ഇടുമ്പോൾ തന്നെ കടലയിൽ ഉപ്പിട്ടാൽ മാത്രമേ അത് ഉപ്പ് അതിലേക്ക് പിടിക്കുള്ളൂ. ഇനിയിപ്പോൾ ഉപ്പ് പിടിക്കാനുള്ളൊരു ടൈം നമുക്കിതിലില്ല. ഇതിലിട്ടിട്ട് ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ കടലയിൽ ഉപ്പ് പിടിക്കണമല്ലോ. അതിലേക്ക് മസാലപ്പൊടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല മസ്റ്റായിട്ട് വേണം. ഇനി കയ്യിലുണ്ടെങ്കിൽ മീറ്റ് മസാലയും കൂടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഗരം മസാല ഉണ്ടാകുമ്പോൾ നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഗരം മസാല നിർബന്ധമായിട്ട് വേണം. ഇപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ ഈ പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുമിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ആ എണ്ണയിലിട്ടിട്ട് ഈ മസാലകളെല്ലാം ഒന്നും ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇനി നമ്മൾ കടല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടലയിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ആ വെള്ളം മാറ്റിയിട്ട് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഈ കടല ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കടല വേവിച്ച വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ആ വെള്ളം ഒരിക്കലും കളയരുത്. കാരണം കടലേൻ്റെ ഒരു പോയിൻ്റൊക്കെ അതിലേക്ക് പോയിട്ടുണ്ടാവും, വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കളയേണ്ടത് ഒരിക്കലും. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് പരമാവധി വെള്ളം കുറച്ചിട്ട് കടല വേവിക്കാൻ നോക്കുക. എന്നാൽ പിന്നെ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഈ മുളക് മല്ലി മഞ്ഞൾ ഇതെല്ലാം ഈ കടലിലേക്ക് പിടിക്കണം. മാത്രമേ കടലിൽ മസാലകളെല്ലാം അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വരാനുണ്ട്. ആ വെള്ളം കടല വേവിച്ച വെള്ളം ബാക്കിയാവുകയാണെങ്കിൽ അത് കളയരുത്. അഥവാ വെള്ളം ബാക്കിയില്ല എങ്കിൽ കുറച്ചൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് വറ്റിച്ചെടുക്കണം. ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം. അതിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു അത്ര ടേസ്റ്റിയാണത്. തേങ്ങാക്കൊത്ത് ഒരിക്കലും ഒഴിവാക്കരുത്. തേങ്ങാക്കൊത്ത് നിർബന്ധമായിട്ടും ചേർക്കണം. ആദ്യം തേങ്ങാക്കൊത്തിൽ കിടന്നിട്ടാവുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ വെള്ളം പറ്റി വരുന്നതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് റെഡിയായി, ഓക്കെ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു, സെർവ് ചെയ്യാണ്. ശരിക്കും നല്ലൊരു സ്മെല്ലാണ്. പ്രത്യേകിച്ച് ഗരം മസാലയും അതുപോലെ തേങ്ങാക്കൊത്ത് വഴറ്റിയ എണ്ണയിൽ ചെയ്യണതുകൊണ്ടും കൂടി നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
ഇപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്ത് കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ കഞ്ഞീൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ഐറ്റമാണിത്. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് സ്പൈസി ആയ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു റെസിപ്പിയാണ്. താങ്ക് യു.